ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തനി നാടൻ ചിക്കൻ പെരട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ഒരു ചീനച്ചട്ടി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ശേഷം കറി പൗഡർ ആഡ് ചെയ്യുക. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി പാകപ്പെടുത്തുക. ഇത് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചെറുതായി അരിഞ്ഞ ചിക്കനിലേക്ക് നേരത്തെ ബൗളിലേക്ക് മാറ്റിയ മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായി കുഴക്കുക. ഇത് മസാലയും ഉപ്പും ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്നതിന് സഹായിക്കും. ഈ സമയത്ത് കൂടുതൽ രുചി വേണ്ടുന്നവർക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതിനുശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാല പുരട്ടിയ ചിക്കൻ കുക്കറിലേക്ക് മാറ്റി സ്റ്റൗവിൽ വെക്കുക. വെള്ളം ചേർക്കാതെയാണ് കുക്കറിൽ വേവിക്കേണ്ടത്. ഒറ്റ വിസിൽ മാത്രമേ വേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ ചിക്കൻ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ചിക്കനിൽ ചേർക്കാനുള്ള സവാളയും മറ്റു കൂട്ടുകളും നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നേരത്തെ ചെറുതായി മുറിച്ച് തയ്യാറാക്കിയ 3 സവാളയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അല്പം കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. ചിക്കന് വേണ്ടുന്ന മസാല റെഡിയായി. അപ്പോഴേക്കും വേവിക്കാൻ വെച്ച ചിക്കൻ റെഡിയായി. മൺചട്ടി സ്റ്റൗവിൽ വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് കുക്കറിൽ വേവിച്ച ചിക്കൻ മാറ്റുക. വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി വെന്തിരിക്കുന്ന ചിക്കനാണിത്. എങ്കിലും ആവശ്യമുള്ള വെള്ളം ഇതിലുണ്ട്. ഈ ചിക്കനാണ് ചട്ടിയിലേക്ക് മാറ്റുന്നത്. ഇതിലേക്ക് നേരത്തെ പാകപ്പെടുത്തിയ സവാളയും ചേരുവയും ചേർത്ത് 10 മിനിറ്റ് വേവിക്കുന്നു. അടച്ചു വെച്ച് വേവിച്ച ചിക്കൻ കറിയിൽ അല്പം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ ചിക്കൻ കറി ആവശ്യത്തിന് വെന്തു കഴിഞ്ഞു. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് അരമുറി തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായി ബ്രൗൺ നിറം ആകുന്നതുവരെ വറുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് നമ്മുടെ ചിക്കൻ കറിയിൽ ഒഴിക്കുക. ജിയോറും ചിക്കൻ കറി റെഡി. ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടക്കും സ്വാദിഷ്ടമായ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.